ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. രഹസ്യത്തിലും പരസ്യത്തിലും, സന്തോഷത്തിലും ദുഃഖത്തിലും, ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവുക. അതുകൊണ്ട് അവസാന നിമിഷം വരെ തഖ്വ ചെയ്ത് ജീവിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്ബൽ ഹുബ്ബ് ഫീ ഹാദിൽ ഹയാ അൻ യുഹിബ്ബൽ മർഉ റബ്ബഹ്. ഈ ലോകത്തെ ഏറ്റവും പവിത്രമായ സ്നേഹം ഏതാണെന്ന് ചോദിച്ചാൽ അടിമ അവന്റെ റബ്ബിനെ ഇഷ്ടപ്പെടുക, മനുഷ്യൻ അവന്റെ റബ്ബിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഇന്ന് ഈ ലോകത്തെ ഏറ്റവും പവിത്രമായ സ്നേഹം. എന്നാൽ അതിനേക്കാൾ വലിയൊരു സ്നേഹമുണ്ട്. അതെന്താണെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ഒരു അടിമ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ സ്നേഹത്തിന്റെ പവിത്രമായ സ്നേഹം ഏതാണ്? അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുക. എല്ലാവരും വാദിക്കുന്നു ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു. ആർക്കും ധൈര്യമില്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഇല്ല എന്ന് പറയാൻ. എന്നാൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലാണ് അതാണ് ഏറ്റവും പവിത്രമായ സ്നേഹം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകണം. ഈ ഒരു സ്നേഹം അത് നമുക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ദുനിയാവിൽ പല സ്നേഹവുമുണ്ട്. ഭാര്യയോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, അതുപോലെ തന്നെ അതിനേക്കാൾ മഹത്തായ മാതാപിതാക്കളോടുള്ള സ്നേഹം, അങ്ങനെ പല സ്നേഹങ്ങളുമുണ്ട്. എന്നാൽ ഏറ്റവും പവിത്രമായ സ്നേഹം ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഫഇന്നക ഖദ് തുഹിബ്ബുല്ലാഹ അസ്സ വജൽ വലാകിന്നഹു ഖദ് ലാ യുഹിബ്ബുക നഊദു ബില്ലാഹ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്നു, അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഒരു പക്ഷേ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകണം. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്നെയും നിങ്ങളെയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവെന്താണ്? ആ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് സമാധാനിക്കാം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികൾ അല്ലാഹുവിനോട് അങ്ങേയറ്റ സ്നേഹമുള്ളവരാണ്. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. മനുഷ്യരിൽ ചില ആളുകളുണ്ട് അല്ലാഹുവിന് സമന്മാരെ സ്വീകരിക്കുന്നവർ, അല്ലാഹുവിന് പകരം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവർ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ സൃഷ്ടികളിൽ ചില ആളുകളുണ്ട്. അവർ അങ്ങനെ അള്ളാഹുവിന്റെ സ്നേഹം അങ്ങനെ കിട്ടുമെന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലൗ യറല്ലദീന ളലമൂ ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ വഅന്നല്ലാഹ ശദീദുൽ അദാബ്. എല്ലാം ചെയ്യുന്നത് അള്ളാഹുവാണ്, എല്ലാം നൽകിയത് അള്ളാഹുവാണ്. നാം ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. പക്ഷേ നമ്മൾ അള്ളാഹുവാണ് എല്ലാം നൽകിയത്, എല്ലാ ശക്തിയും അവനാണെന്ന് മനസ്സിലാക്കുന്നത് പരലോകത്ത് വെച്ചാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അല്ലദീന ളലമു, ശിർക്ക് ചെയ്ത ആളുകൾ, അക്രമം ചെയ്ത ആളുകൾ, ഇത് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, മുഴുവൻ ശക്തിയും അള്ളാഹുവിനാണ് എന്നവർ മനസ്സിലാക്കുന്ന സമയം അത് പരലോകത്ത് വെച്ചാണ്. വഅന്നല്ലാഹ ശദീദുൽ അദാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവാണ് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നത്, മറ്റാരുടെയും വകയല്ല, മറ്റാരോരുമല്ല നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. മൻ മാത വഹുവ യദഉ നിദ്ദൻ, അള്ളാഹു അല്ലാത്തവരൊരാൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആൾ മരിച്ചാൽ ദഖലൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലളിതമായ ചെറിയ കാര്യമല്ല. എല്ലാ യാത്രകളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു, എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. വിസ എടുക്കാതെയാണ് വന്നതെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ തിരിച്ചു പോകണം. ഇതുപോലെ എല്ലാ അമലുകളും ചെയ്തു തൗഹീദിന്റെ ആശയങ്ങൾ മനസ്സിൽ ഉറച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് നരകമാണ്. അള്ളാഹുവിനോട്
അഭയം ചോദിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അള്ളാഹു ഒരാളെയും നരകത്തിലിടാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസിബ ഫൈദ ഇംറഅത്തുൻ മിൻ സിബ. ആ സിബ എന്ന പ്രദേശത്ത് അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും വരികയാണ്. ആ സമയത്ത് അവിടെ ഒരു സ്ത്രീ ഉണ്ട്. വജദത് സബിയൻ ഫി സിബ അഖദതുഹു ഫഅൽസഖതുഹു ബിബത്നിഹാ വഅർലത്. ആ കുഞ്ഞ്, ഈ ഒരു വലിയ സംഘം വരുന്നത് കണ്ടപ്പോൾ ആ കുഞ്ഞ് അവിടെ കളിക്കുന്നു. ആ കുഞ്ഞിനെ ഓടി വന്ന് ആ മാതാവ് എടുത്തു, മാറോടടച്ചു. അങ്ങനെ മുലയൂട്ടിയപ്പോൾ ഫഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു ഉദാഹരണം പറഞ്ഞു. അതറൗന ഹാദിഹിൽ മർഅ ത്വാരിഹ വലദഹ ഫിന്നാർ. ഈ സ്ത്രീ ഈ കുഞ്ഞിനെ തീയിലിടുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലുമില്ല, ഒരിക്കലും ഈ കുഞ്ഞിനെ ഈ സ്ത്രീ നരകത്തിലിടുകയില്ല, അല്ലെങ്കിൽ തീയിലിടുകയില്ല. ആ കുഞ്ഞൊരിക്കലും എറിയപ്പെടുകയില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ കുഞ്ഞിനോട് ഈ മാതാവിനുള്ള സ്നേഹത്തെക്കാൾ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഇഷ്ടപ്പെടുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കാരുണ്യം എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ആ പ്രതീക്ഷ നമുക്ക് ഉണ്ടാകണം. ആ പ്രതീക്ഷ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്, അവനോട് മാത്രമാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ ലക്ഷ്യങ്ങളുടെയും ഒരു ലക്ഷ്യം, എല്ലാ ആഗ്രഹങ്ങളുടെയും മുകളിലുള്ള ഒരു ആഗ്രഹം, അത് അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഹൽ അലില്ലാഹു യുഹിബ്ബുനി, നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മളെല്ലാവരും വാദിക്കുന്നു അള്ളാഹു എന്നെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. പക്ഷേ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, ആ ഉത്തരത്തിന് ചില അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്നാമത്തെ അടയാളം അവലൻ അയ്യുവഫിഖല്ലാഹു അസ്സ വജല്ല ലീമാനി വത്തദയ്യുൻ. ഒന്നാമത് ഈമാൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഈ ദിവസം അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചു എന്നുള്ളത്, തൗഹീദ് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളത്, അള്ളാഹുവിന്റെ ഭവനത്തിൽ വെച്ച് അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അങ്ങനെ ഈമാനും ഇഖ്ലാസും അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം, ഒരു താല്പര്യം, അത് തന്നെ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നതിന് തെളിവാണ്. അതിനെന്താണ് തെളിവ്? ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ ഖസ്സമ ബൈനകും അഖ്ലാഖകും കമാ ഖസ്സമ ബൈനകും അർസാഖകും. നിങ്ങളുടെ ഭക്ഷണം അല്ലാഹു നിങ്ങൾക്ക് വിഭജിച്ചു തന്നതുപോലെ നിങ്ങളുടെ സ്വഭാവം വിഭജിച്ചു തന്നിരിക്കുന്നു. വഇന്നല്ലാഹ യഅതിൽ മാല മൻ അഹബ്ബ വമൻ ലാ യുഹിബ്ബു ലാ യുഅതിൽ ഈമാന ഇല്ലാ മൻ യുഹിബ്ബു. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് അവൻ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. എന്നാൽ വലാ യുഅതിൽ ഈമാന ഇല്ലാ മൻ യുഹിബ്, അല്ലാഹു ഈമാൻ കൊടുക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കാണുന്നു, യുക്തിവാദികളായിട്ടുള്ള അള്ളാഹുവിനെ നിഷേധിക്കുന്നതിനായിട്ടുള്ള മുശ്രിക്കുകളായുള്ള ആളുകൾ മില്യൺ കണക്കിന് ഡോളറുകളുള്ളവർ, ബില്യണേറെ ആളുകളായി കാണാൻ സാധിക്കും. അള്ളാഹു അവർക്ക് അത് കൊടുത്തത് അള്ളാഹു അവനെ ഇഷ്ടമുള്ളത് കൊണ്ടല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഒന്നാമത് തന്നെ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും തെളിവ് നിന്നെ ഒരു മുഅ്മിനാക്കി എന്നുള്ളതാണ്, കാഫിറാക്കിയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിഷേധിക്കുന്ന, അതിൽ നന്ദി ചെയ്യാത്ത കാഫിറാക്കിയിട്ടില്ല. സ്വാലിഹീങ്ങളായ മുഹീദീങ്ങളായ ആളുകളുടെ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് അവരുടെ മൻഹജനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ കലാം പഠിപ്പിക്കുന്ന സദസ്സിൽ വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ആ ഉമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ
അള്ളാഹുവിന്റെ ദീനുമായിട്ട് ആ മൻഹജുമായിട്ട് മുന്നോട്ട് പോകാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം, ഖദ് അഹബ്ബക്, സുബ്ഹാനല്ലാഹ്, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വഅൻ ബസ്സറക തസീറു ഫീ ത്വരീഖിൽ ബസ്സറക ത്വരീഖുൽ ഹഖ്, സത്യത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ വഴി നിനക്ക് മുമ്പിൽ അള്ളാഹു വെളിവാക്കി തന്നിരിക്കുന്നു. ഒന്നാമതായി മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കും. ഫൽസിംഹു, അതുകൊണ്ട് നീ അതുമായി മുറുകെ പിടിക്കുക, അണപ്പല്ലുകൊണ്ട് കരിച്ചു പിടിക്കുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതല്ല, പള്ളിയിൽ വരാൻ താല്പര്യമില്ല, ഖുർആൻ കേൾക്കാൻ താല്പര്യമല്ല, ഹദീസ് പഠിക്കാൻ താല്പര്യമില്ല, അങ്ങനെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നീ അറിയണം, ദൗർഭാഗ്യത്തിന്റെയും നരകത്തിന്റെയും വഴിയിലാണ് സഞ്ചരിക്കുന്നത്. അത് നീ മനസ്സിലാക്കണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാണ്. അതുകൊണ്ട് ഈ ഒരു ആഗ്രഹം, ഈ ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നുള്ള ഏറ്റവും തെളിവാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടം നേടുവാനുള്ള സാഹചര്യം നമുക്ക് എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒന്നുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം നേടുക എന്നുള്ളത് അതിന്റെ അർത്ഥം അള്ളാഹുവിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദുനിയാവിൽ ഏത് പ്രതിസന്ധികളിലും അള്ളാഹുവിന്റെ സഹായം അവനുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വമിൻ അലാമാതി മഹബ്ബത്തില്ലാഹി ലിൽ അബ്ദിൽ മുഅ്മിൻ അൻ യഹ്മീഹി മിൻ ഫിതനിദ് ദുനിയ. രണ്ടാമത്തെ അടയാളം എന്താണ്? ദുനിയാവിലെ ഫിത്നകളിൽ നിന്ന് അള്ളാഹു അവനെ സംരക്ഷിക്കും. വശഹ്വാതിഹ, ആ ദേഹേച്ഛകളിൽ നിന്നും. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ കയ്യിൽ തന്നെ ഫോണുണ്ട്. ഏത് നിമിഷവും നമ്മുടെ ദേഹേച്ഛക്കനുസരിച്ച ചിത്രങ്ങളും ഫോട്ടോകളും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ പിശാചിന് വഴിതെറ്റിക്കാൻ ഏറ്റവും എളുപ്പമാണ്. അതുകൊണ്ട് ആരാണ് സൗഭാഗ്യവാൻ? ഫിത്നയിൽ നിന്ന് അകറ്റപ്പെട്ടവനാണ്, ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. ഫഖദ് റവാ മഹ്മൂദ് ബിൻ ലുബൈദ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം قال إن الله عز وجل يحمي عبده المؤمن في الدنيا وهو يحبه كما تحمون مريضكم الطعام والشراب تخافون عليه. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ദുനിയാവിൽ എങ്ങനെയാണ് അവരെ സംരക്ഷിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അള്ളാഹു അവന്റെ അടിമയെ സംരക്ഷിക്കും. മുഅ്മിൻ ഫി ദുനിയ, അവൻ ഇഷ്ടപ്പെടുന്ന വഹുവ യുഹിബ്ബുഹു, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയാണെങ്കിൽ അള്ളാഹു അവനെ ദുനിയാവിൽ വെച്ച് സംരക്ഷിക്കും. ഏതുപോലെ? കമാ തഹ്മൂന മരീദകും തആമ, രോഗം വന്നാൽ രോഗം മാറാൻ വേണ്ടി നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയില്ല നിങ്ങളുടെ രോഗിക്ക്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ സംരക്ഷിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ്? രോഗിക്ക് രോഗം കൊടുക്കാത്തതുപോലെ ചിലപ്പോൾ നമുക്ക് സമ്പത്ത് തരൂല, ചിലപ്പോൾ നല്ല ജോലി തരൂല, ചിലപ്പോൾ നല്ല ആരോഗ്യം തരൂല, കിട്ടിയാൽ ചിലപ്പോൾ അപകടമായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കമാ തഹ്മൂന മരീദകും തആമ വശറാബ, നിങ്ങൾ രോഗിക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കാത്തതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് തടഞ്ഞു മാറ്റിയ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നത് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. തഖാഫൂന അലൈഹി, അതുകൊണ്ട് നിങ്ങൾ ആ സംരക്ഷണം കിട്ടി രക്ഷപ്പെടാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തിട്ടുള്ളതെന്ന് പണ്ഡിതന്മാർ. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഹമാഹു ദുനിയ, ദുനിയാവിൽ അവനെ സംരക്ഷിക്കും. ഐ ഹഫിളഹു മിൻ കുല്ലി മാ യദുറു ബിദീനിഹി മിനദ് ദുനിയ, അവനെ ദീനിനെ അപകടപ്പെടുത്തുന്ന എന്തുണ്ടെങ്കിലും. ചില ആളുകൾക്ക് സമ്പത്ത് കൊടുത്താലേ അവരെ ദീനുണ്ടാവുള്ളൂ, അള്ളാഹു അവർക്ക് സമ്പത്ത് കൊടുക്കും. ചില ആളുകൾക്ക് ദാരിദ്ര്യം കൊടുത്താലേ ദീനുണ്ടാവുള്ളൂ, അവർക്ക് അള്ളാഹു ദാരിദ്ര്യം കൊടുക്കും. എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ അടയാളം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ രോഗം മാറിയിട്ടുണ്ടാവില്ല. അള്ളാഹു നമ്മെ സംരക്ഷിക്കുകയാണ്, സ്വർഗം വരെ എത്തിക്കുകയാണ്, നമ്മുടെ അജല് വരെ എത്തിക്കുകയാണ്. നമ്മെ എങ്ങാനും ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന, പഠിച്ചവനെ എന്നെ ഒരു കോടീശ്വരനാക്കണം എന്നുള്ള പ്രാർത്ഥന കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇവിടെ പള്ളിയിൽ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല
ആ അവധി എത്തുന്നവരെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് പല രൂപത്തിലും നിങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി, ചിലതൊക്കെ ഉത്തരം നൽകാതിരിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഞങ്ങൾ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ നന്മകൾ അതിന്റെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ മരിച്ചുപോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ആക്സിഡന്റ് മരിച്ച ഒരു സഹോദരൻ അള്ളാഹു, അതുപോലെ തന്നെ 2 വ്യക്തികൾ വേറെയും മരിച്ചത് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണം റഹ്മാനെ. അള്ളാഹു നീ നിശ്ചയിച്ച അവധി വരെ അവർ ജീവിച്ചു. അള്ളാഹു അവരുടെ നന്മകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. സ്വർഗത്തിൽ ഇടം നൽകിയാൽ നീ അവർക്ക് അനുഗ്രഹം നൽകണേ റഹ്മാനെ. അവർക്ക് വന്ന അവസ്ഥ വന്നാൽ ഞങ്ങളോടും കാരുണ്യം കാണിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ സഹോദരങ്ങൾ തുല്യതയില്ലാത്ത കഷ്ടപ്പാടിലും പ്രയാസത്തിലുമാണ് പലസ്തീനിലെ സഹോദരങ്ങൾ, അവരെ നീ സഹായിക്കണം റഹ്മാനെ. വിജയത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخلنا الجنة برحمتك يا أرحم الراحمين. اللهم ادخلنا الجنة برحمتك يا أرحم الراحمين. اللهم ادخلنا الجنة برحمتك يا أرحم الراحمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. وآخر الصلاة.